സംസ്ഥാനത്തെ കോർപ്പറേഷനുകളും നഗരസഭകളും സ്മാർട്ട് ആയതോടെ സേവനങ്ങൾക്കായി ജനങ്ങൾ കാത്തുനിൽക്കേണ്ട സ്ഥിതിയാണ്. കൃത്യമായ മുന്നൊരുക്കമില്ലാതെ പ്രവർത്തനം തുടങ്ങിയതാണ് സേവനങ്ങൾ തടസ്സപ്പെടാൻ കാരണമായതെന്നാണ് വിമർശനം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്തംഭനാവസ്ഥയിലാണെന്നും BJP ആരോപിച്ചു. അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പൊന്നാനിയിലും ഗവർണർക്കെതിരെ പ്രതിഷേധ ബാനറുകൾ സ്ഥാപിച്ച് SFI പ്രവർത്തകർ. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും സോണൽ കൃഷ്ണ ചിരികയാണ്. സോണൽ, ഗുഡ് മോർണിംഗ്. ഗവർണർ മലപ്പുറത്താണ്, പൊന്നാനിയിലാണ്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പരിപാടികൾ ഏത് തരത്തിലാണ്? അപ്പം പ്രതിഷേധമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ SFIയുടെയും DYFIയുടെയും നീക്കം? ഒപ്പം നമ്മൾ ഈ വാർത്തയിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സ്മാർട്ടായി, പക്ഷേ ഒരു സ്മാർട്ടും ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യവും വാസ്തവവും. KP, ഗുഡ് മോർണിംഗ്. വളരെ വിമർശനങ്ങൾ, അതായത് പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ആ ഗവർണർ ഇന്ന് മലപ്പുറം പൊന്നാനിയിലെത്തുന്നത്. 11 മണിക്കാണ് ഗവർണറുടെ പരിപാടി. എന്നാൽ എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്നത് പോലെ തന്നെ ഇവിടെയും മലപ്പുറത്തും ഗവർണർക്കെതിരെ SFI ബാനറുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പലതരത്തിലുള്ള ബാനറുകളാണ് SFI പലയിടങ്ങളിലായിട്ട്, ഗവർണർ പോകുന്ന വഴിയിലെ പലയിടങ്ങളിലായിട്ട് വെച്ചിട്ടുള്ളത്. അതിലൊന്നിൽ പറയുന്നത്, മിസ്റ്റർ ചാൻസലർ, ഇത് നിങ്ങളുടെ ബ്ലഡി ക്രിമിനൽസ് ഒരുപാടുള്ള സ്ഥലമാണ്, സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ബാനറാണ് പ്രധാനപ്പെട്ട ടൗണിൽ സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ SFIയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു പ്രീണന രാഷ്ട്രീയം കളിക്കുകയാണ് CPM-ഉം SFIയും ചെയ്യുന്നത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനു മുമ്പ് തന്നെ വ്യക്തമായതാണ്. പല കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ഇടുക്കിയിലാണെങ്കിലും കാലിക്കറ്റ് സർവകലാശാലയിലാണെങ്കിലും തുടർച്ചയായിട്ട് സർക്കാരിനും SFIക്കും ഏൽക്കുന്ന ഒരു പ്രഹരം, അതിനെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ പുച്ഛിച്ച് കളയുന്ന ഒരു സമീപനമാണ് ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇന്നലെ ഇടുക്കിയിലും പ്രതിഷേധക്കാർക്ക് ടാറ്റ കൊടുത്തുകൊണ്ടാണ് ഗവർണർ മുന്നോട്ട് പോയത് എന്ന് പറയുമ്പോൾ എല്ലാ പ്രതിഷേധങ്ങളെയും, ഇത്തരത്തിലുള്ള കൃത്രിമ പ്രതിഷേധങ്ങളെ വലിയ തോതിൽ പുച്ഛിച്ച് തള്ളുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഗവർണറുടെ ഭാഗത്ത് നിന്നുള്ളത്. ഇന്നും മലപ്പുറത്ത് അദ്ദേഹം പൊന്നാനിയിലെത്തുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധ ബാനറുകളുമായി തന്നെയാണ് SFIയും രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു മോഹനേട്ടൻ അനുസ്മരണം എന്ന് പറയുന്ന ഒരു ചടങ്ങിലാണ് ഗവർണർ പങ്കെടുക്കുക. 11 മണിക്കാണ് ഈ ചടങ്ങുള്ളത്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്ക്, അതായത് മലപ്പുറം പൊന്നാനിയിലേക്ക് വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടിയും ഇതിനോടകം തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം SFI അത്തരത്തിൽ ബാനറുകൾ സ്ഥാപിച്ച് കരിങ്കൊടിയുമായി റോട്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതും പ്രധാനമായി പറയേണ്ടതാണ്. KP, കോഴിക്കോട് നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത്, കോർപ്പറേഷനുകളും നഗരസഭകളും സ്മാർട്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ജനുവരി 1-ാം തീയതി മുഖ്യമന്ത്രി ഈ പദ്ധതിക്ക് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇപ്പോഴും ഈ നഗരസഭകളും അതുപോലെ തന്നെ കോർപ്പറേഷനുകളൊന്നും തന്നെ സ്മാർട്ടായിട്ടില്ല എന്നുള്ളതാണ് സാധാരണക്കാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം കെട്ടിട നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു അടയ്ക്കേണ്ട കാര്യത്തിൽ ഒരു സ്ഥിരത വന്നിട്ടില്ല. അത് ഇപ്പോഴും പെൻഡിങ് ആണ്. ഒരു അനിശ്ചിതത്വം ഇതിന്മേൽ നിൽക്കുന്നു എന്നുള്ള കാര്യവും സാധാരണക്കാർ പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ഡിസംബർ മുതൽ ഇത്തരത്തിൽ ഈ ഭൂനികുതി അടയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് ഒരു അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത്. കാരണം കോർപ്പറേഷനുകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ സ്വയം, അതായത് നമുക്ക് തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി എല്ലാ സേവനങ്ങളും നടത്താം എന്നുള്ളതായിരുന്നു ഈ പദ്ധതിയിന്മേൽ സർക്കാർ കൊട്ടിഘോഷിച്ച് പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഈ ഒരു പദ്ധതിയിന്മേൽ വന്നതിന് ശേഷം സാധാരണക്കാർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. ഈ ആപ്ലിക്കേഷനിലോ ഈ സൈറ്റിലോ കയറി നമ്മൾ ഇത്തരത്തിൽ നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു രീതിയിലേക്ക് ഇത് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് തന്നെയാണ് BJPയും ഇപ്പോൾ ഉന്നയിക്കുന്നത്. കാരണം ഇത്തരം സ്മാർട്ടായി എന്ന് പറയുമ്പോഴും ഈ സംവിധാനങ്ങളൊന്നും കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആക്ഷേപമായി ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം സാധാരണക്കാരായ ആളുകളെ ഈ ഇത്തരത്തിൽ കോർപ്പറേഷനുകളിലും മറ്റ് സ്ഥലങ്ങളിലും കയറി ഇറങ്ങേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം ഒരു പദ്ധതി കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പോഴും ഈ ഒരു കാര്യത്തിൽ ഒരു അനിശ്ചിതത്വമുണ്ട്. കൃത്യമായിട്ടുള്ള നടപടികളൊന്നും തന്നെ പുരോഗമിക്കുന്നില്ല, സ്മാർട്ടായിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം പല കാര്യങ്ങളിലും പല ഫോമുകൾ നൽകുന്നതിലൊന്നും പറഞ്ഞതുപോലെ തന്നെയാണ് സ്മാർട്ടാകാൻ ഉദ്ദേശിച്ച പദ്ധതി, പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. അതായത് ഒട്ടും സ്മാർട്ടായിട്ടില്ല. ഇനി എന്ന് സ്മാർട്ടാകും എന്ന കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും. സോണലാണ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.